ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബ്ലൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് സ്ലീവിൻ്റെ എൻഡിലും ഷോൾഡറിൻ്റെ പോർഷനിലും ചെറിയൊരു ഹാങ്ങിങ്സ് ആയിട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ബ്ലൗസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അധികം ഹെവി ആയിട്ടൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളവർക്കൊക്കെ ഇതുപോലത്തെ വർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ബ്ലൗസ്. ഇതിൻ്റെ സ്ലീവ് ഒരു 3/4 ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത്. എൻഡിലായിട്ട് ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. ഇത് ബ്ലൗസ് പീസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോൺ വർക്കുള്ള ബോർഡർ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഞാൻ വർക്ക് ചെയ്തതും വീഡിയോ എടുത്തതൊക്കെ നൈറ്റ് ടൈം ആയതുകൊണ്ട് ഇതിലത്ര പ്രോപ്പറായിട്ടുള്ള കളർ കാണുന്നത്. ഒറിജിനൽ കളർ ഞാൻ ഇതിൽ കാണിക്കാം. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡായിരുന്നത്. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്തേക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ലേസാണ് എടുത്തേക്കുന്നത്. ഇതിൽ ലേസ് നമ്മൾ ഫുള്ളായിട്ട് ബ്ലൗസിൽ വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ടാബ്ലറ്റ് ബീഡ് മാത്രം കട്ട് ചെയ്തെടുത്ത് ബ്ലൗസിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബ്ലൗസിൻ്റെ കളറായിട്ട് കറക്റ്റ് മാച്ചായിരുന്നു. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ സെയിം കളറിൽ തന്നെ കട്ട് ബീഡ്സ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഹാങ്ങിങ്സ് തുന്നി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഈ ടാബ്ലറ്റ് ബീഡ് ആ ലേസിൽ നിന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ലേസ് അങ്ങനെ ഹാങ്ങിങ് ഇല്ലാത്ത ലേസായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ടാബ്ലറ്റ് ബീഡിൻ്റെ അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ അതിങ്ങനെ ഈസി ആയിട്ട് ഊരിപ്പോരും. ബാക്കിയുള്ള ബീഡ്സ് ലേസിന് ഡാമേജ് ഒന്നും ഉണ്ടാവുകയില്ല. 2-3 ബീഡ്സ് വലിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് ത്രെഡ് ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു 3-4 ബീഡ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ലോങ് ആയിട്ട് ത്രെഡ് നിൽക്കുകയില്ല. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ബ്ലൗസിൻ്റെ 2 സ്ലീവിലും ഹാങ്ങിങ്സ് കൊടുക്കാൻ ആവശ്യമുള്ള ബീഡ്സ് നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഓൾമോസ്റ്റ് 1 മീറ്ററോളം ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലേസിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഹാങ്ങിങ്സ് കൊടുത്തത്. ഞാൻ തുന്നി കൊടുത്തപ്പോൾ കുറച്ചും കൂടെ അടുത്തടുത്തായിട്ടാണ് തുന്നി കൊടുത്തത്. അതുകൊണ്ടാണ് 1 മീറ്ററോളം ലേസ് യൂസ് ചെയ്യേണ്ടി വന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ബീഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും വേസ്റ്റ് ആവുന്നില്ല. നമ്മളെടുത്ത ബീഡ്സ് അല്ലാതെ ബാക്കിയുള്ള ഷുഗർ ബീഡ്സും ആ ബീഡ്സ് ലേസും ഒക്കെ നമുക്ക് വേറെ വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. നമ്മളൊരു ലേസ് വാങ്ങി അത് അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതെങ്ങനെ തുന്നണമെന്ന് നോക്കാം. ആദ്യം തന്നെ 3 കട്ട് ബീഡ്സും 1 ക്യാപ്സ്യൂൾ ബീഡും പിന്നെ ഒരു കട്ട് ബീഡ്, അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കോർത്തതിന് ശേഷം ക്ലോത്തിൽ ഹാങ്ങിങ് വരുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ലാസ്റ്റുള്ള കട്ട് ബീഡ് ഒഴിവാക്കി ബാക്കി 4 ബീഡ്സിൽ കൂടി തിരിച്ച് മുകളിലേക്ക് കയറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് കൂടെ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി. ഇനി അടിയിൽ ലൈനിങ്ങിൽ കൂടെയാണ് നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് സൂചി കൊണ്ടുവരുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു ഏകദേശം അളവ് വെച്ച് അങ്ങനെ തുന്നിയെടുക്കുകയാണ്. അതല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് തുന്നുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടൈറ്റ് ആക്കി വെക്കരുത്. ഇത്തിരി ലൂസാക്കിയാൽ കാണാനൊരു ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഒരുപാട് ടൈറ്റ് ആക്കി വെച്ചാൽ ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ തുന്നിയെടുക്കാം.
അപ്പോൾ അതേ സ്ലീവിൻ്റെ എൻഡിലെ ഹാങ്ങിങ്സ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഏരിയയിലാണ് ഒരു ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാനുള്ളത്. ഓൾറെഡി സ്ലീവിൽ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്ലീറ്റ് മാത്രം ഇട്ടിട്ട് ചെറുതായിട്ടൊരു പഫ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴെയാണ് ഫസ്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 മാർക്കിങ്ങും കൂടെ. അങ്ങനെ 3 ചെയിൻ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് കളറിൽ ക്രിസ്റ്റൽ ബീഡ്സും ബ്ലൗസിൻ്റെ കളറിൽ തന്നെയുള്ള റൗണ്ട് ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതും ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. 3 പോയിൻ്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായത് 3 ഹാങ്ങിങ്സ് ആയിട്ട് ഈ സെയിം അളവ് തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 3 ഇഞ്ച് ഇറക്കത്തിൽ. അതിലേക്ക് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. ഒരു ക്രിസ്റ്റൽ ബീഡ്, ഒരു റൗണ്ട് ബീഡ് എന്ന പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ സിംഗിൾ കളറിലാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ കസ്റ്റമർ 2 കളർ വേണമെന്ന് പ്രിഫർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ ഹാങ്ങിങ്ങിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് ജസ്റ്റ് മാനിക്കനിൽ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ ബ്ലൗസ് ഒന്ന് നിവർത്തി പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു ലെങ്ത്ത് കണക്കാക്കി അപ്പുറത്ത് തുന്നി കൊടുത്താൽ മതി. ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് ബാക്കിലും മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 3 പോയിൻറ്റ്. ഫസ്റ്റ് ലെയർ തുന്നിയെടുത്തതിന് ശേഷം അതിനേക്കാളും കുറച്ചും കൂടെ ബീഡ്സ് കൂടുതൽ കുറത്ത് ഒരു ഇത്തിരി ലെങ്ത്ത് കൂടുതൽ നിൽക്കുന്ന പോലെ രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ കുറച്ചും കൂടെ ബീഡ്സ് ആഡ് ചെയ്ത് 3rd ലെയറും കൂടെ ചെയ്യാം. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2 സ്ലീവിൻ്റെയും ഹാങ്ങിങ്സ് ഒരേ ലെങ്ത്തിലായിരിക്കണം. ഇനി നമുക്ക് 3 ലെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടെ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കായിരുന്നു. ഇങ്ങനത്തെ വർക്കിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ വീണ്ടും വേറൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.